ഗായത്രി സുധീഷിൻ്റെ അടുത്ത് ഒരുപാട് കരയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് നല്ല രീതിയിലല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ ഇപ്പം ഇങ്ങനൊരു സ്വഭാവം? എന്താ പറ്റിയത്? വീട്ടുകാർ കണ്ടതുകൊണ്ടാണോ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണോ? എന്താ എൻ്റെ സൗന്ദര്യം പിടിക്കുന്നില്ലേ? ഞാനെന്താ ഭംഗിയില്ലേ? അതോ എൻ്റെ വർത്താനം പിടിക്കാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, അതാണ്, അല്ലാതെ വേറൊരു കാരണവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് സുഭാഷ് വന്നിട്ട് പറയുന്നുണ്ട്, കുറേ നേരമായി ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, അത് മോളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അത് കണ്ടതും ഗായത്രി ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ഗായത്രി ഇറങ്ങിപ്പോകുന്നുണ്ട്. സുഭാഷ് സുധീഷിനെ അടിക്കുന്നുണ്ട്. ഒരു ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു പെൺകുട്ടിയെ, അതും ചെറിയ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് ചീറ്റ് ചെയ്യാനാണോ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷും ഗായത്രിയുടെ പിറകെ ഓടുന്നുണ്ട്. ഓടിയിട്ട് പറയുന്നുണ്ട്, മോള് കരയണ്ട, മോളുടെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് പോകുന്നുണ്ട്. നിധിയെ വിളിച്ചിട്ട് നികേഷ് പറയുന്നുണ്ട്, വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് ഒരുപാട് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ആ കുട്ടി അത്രയ്ക്ക് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏട്ടത്തിയെ ഒരു പോസിറ്റീവ്നെസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നിധിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ പഠിക്കാനല്ലേ പോകുന്നത്, ആദ്യം അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. സുധീഷ് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക, പെൺകുട്ടി ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഏട്ടത്തിയെ പോസിറ്റീവ്നെസ് ആക്കാൻ പോയിട്ട് ഇപ്പോൾ എന്തായി, കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കാണ്ടായില്ലേ, എന്താ നടക്കുന്നതെന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി എന്തെങ്കിലും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നീതു വരുന്നുണ്ട്. നീതു വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏട്ടൻ സുധീഷ് ഏട്ടൻ ആരുടെ കൂടെ നിൽക്കുക, നിധിയേട്ടത്തിയുടെ കൂടെ നിൽക്കുമോ അതോ വീട്ടുകാരുടെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിധിയേട്ടത്തിയുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ട ഒരു സാഹചര്യം വന്നാലും ഞാൻ അവളെയും കൂട്ടി ഇറങ്ങും, അല്ലാതെ വീട്ടുകാർക്ക് വേണ്ടി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും നീതു ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ ഏട്ടൻ ചെയ്തത് കണ്ടോ, ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, സുധീഷ്, എൻ്റെ പേര് ഹരീഷ് എന്നാണ്, അല്ലാതെ സുധീഷ് എന്നല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും നീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. നിധിയും നികേഷും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സുധീഷിനെ കുറിച്ചിട്ടും ഓരോന്നും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഏട്ടത്തിക്ക് വിഷമമൊന്നും തോന്നുന്നില്ല ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, അതെല്ലാം ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ, നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഇല്ലാത്ത സ്വഭാവമാണല്ലോ സുധീഷിനെ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിധി ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ ഓണത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഓണം എത്ര പെട്ടെന്നാണല്ലേ ആയത്, സന്തോഷിക്കാൻ പറ്റണില്ല, അങ്ങനെ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ എങ്ങനെ സന്തോഷിക്കാല്ലേ എടുത്ത് എന്ന് പറഞ്ഞിട്ട് നികേഷ് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമമില്ല, സന്തോഷിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.